നിങ്ങൾക്ക് 100 കോടി കിട്ടി. ഓക്കെ, എത്രയാ? 100 കോടി. പക്ഷേ ഇങ്ങനെ കിട്ടി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിജയമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ഉടമയായി, പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല, ഇത് വിജയമാണോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രശസ്തനാണ്, പക്ഷെ അവർ രാത്രി കിടന്നുറങ്ങാൻ സമാധാനമില്ല, ഇത് വിജയമാണോ? അപ്പോൾ എന്താണ് യഥാർത്ഥ വിജയം? ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കാതെ ജീവിച്ചാൽ ജീവിതം മുഴുവൻ ഓടിയിട്ടും തെറ്റായ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ജീവിതത്തെ നമ്മളൊരു കെട്ടിടമായിട്ട് സങ്കല്പിക്കുക. ഒരു കെട്ടിടം 4 ശക്തമായ തൂണുകളിലാണ് നിൽക്കുന്നത്. ഒരു തൂൺ തകർന്നാൽ മുഴുവൻ കെട്ടിടവും അപകടത്തിലാവും, അല്ലേ? മനുഷ്യ ജീവിതവും അതുപോലെയാണ്. എൻ്റെ അനുഭവത്തിൽ സമ്പൂർണ്ണമായ ജീവിതത്തിന് 4 അടിസ്ഥാനമായ തൂണുകളുണ്ട്. ഒന്നാമത്തെ തൂൺ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം. ഹെൽത്ത് ഈസ് ദ വെൽത്ത്, അല്ലെ? ഫിസിക്കൽ എനർജി. നമ്മുടെ ശരീരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഹനം. ഊർജമില്ലാത്ത ഒരു ശരീരത്തിൽ വലിയ സ്വപ്നങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ട് നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, ശ്വാസപരിശീലനം. ഇത് നിങ്ങൾ അധികം കേട്ട് പരിചയമുണ്ടാവില്ല, അല്ലേ? അതാണ് ഞാൻ രാവിലെ പഠിപ്പിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഇവയൊന്നും ആഡംബരമല്ല, നിങ്ങളുടെ പ്രകടനത്തിനുള്ള അടിസ്ഥാന ഘടകമാണ്. രണ്ടാമത്തെ തൂണ് ബന്ധങ്ങൾ, ഇമോഷണൽ എനർജി. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ പോലും പങ്കിടാൻ ആളില്ലെങ്കിൽ അവയുടെ മൂല്യം കുറയും. ഗവേഷണങ്ങൾ പോലും കാണിക്കുന്നത് നല്ല ബന്ധങ്ങൾ മാനസികാരോഗ്യത്തിനും ദീർഘായുസ്സിനും സഹായകമാണ് എന്നാണ്. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി, സഹപ്രവർത്തകർ, ഇവരുമായി നിങ്ങൾ നിർമ്മിക്കുന്ന വിശ്വാസമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ഈ മൂന്നാമത്തെ തൂണ് നിരന്തരമായ പഠനം, മെൻ്റൽ ഗ്രോത്ത്. നമ്മളിപ്പോൾ ജനിച്ചു, ഇപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ ജനിച്ചു, അല്ലേ? മരിച്ചു. അപ്പോഴും അവരെന്താ പട്ടിയും പൂച്ചയായിട്ട് തന്നെ മരിച്ചു. നമ്മൾ ജീവിതത്തിൽ നമ്മൾ വളർന്നിട്ടില്ല എന്ന് വിചാരിച്ചു, പിന്നെ നമ്മൾ ഉണ്ടോ? ഇല്ല. ലോകം മാറുകയാണ്, സാങ്കേതിക വിദ്യ മാറുകയാണ്, ബിസിനസ് മാറുകയാണ്. പക്ഷേ നിങ്ങൾ മാറുന്നുണ്ടോ? ഒരു മനുഷ്യൻ പഠനം നിർത്തുന്ന നിമിഷം അവൻ്റെ വളർച്ച മന്ദഗതിയിലാവും. ദിവസവും 30 മിനിറ്റെങ്കിലും പഠിക്കുന്ന ഒരാൾ 5 വർഷം കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിയിരിക്കും. ഓൺലി 30 മിനിറ്റ്സ്, 30 മിനിറ്റ്. നാലാമത്തെ തൂണിൻ്റെ കരുവട്ടെ, ജീവിത ലക്ഷ്യവും അർത്ഥവും, പർപ്പസ്. രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം വേണം, അല്ലേ? ഒരാൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പദവിയുണ്ട്, പക്ഷേ ജീവിതത്തിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങളെക്കാൾ വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കാലാകാലം രാവിലെ ആവേശത്തോടുകൂടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിന് ആത്മീയത എന്നും പറയട്ടോ, അത് ജീവിത ദൗത്യം. നമ്മൾ എന്തിനാണ് വന്നത്? അപ്പോൾ നമ്മളൊരു സേവനം ഇവിടെ ആവശ്യമുണ്ട്. പ്രപഞ്ചത്തിന് നമ്മളെ കൊണ്ടൊരു പണിയുണ്ട്. ദൈവം നമ്മളെ പ്രതിനിധി എന്നോ ഛായ എന്നോ അവതാരം എന്നൊക്കെ പറയുമ്പോൾ വി ആർ ഹിയർ ഓൺ എ ഡ്യൂട്ടി. അതിൻ്റെ പേരെന്തായാലും ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു ലക്ഷ്യമുണ്ടെങ്കിലേ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. ഇവിടെ ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഒരു തൂണങ്ങോട്ട് ശക്തമാക്കും, പണം സമ്പാദിക്കുന്നു, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കരിയർ വളർത്തുന്നു, പക്ഷേ കുടുംബം നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അറിവ് കൂട്ടുന്നു, പക്ഷേ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അവസാനം ജീവിതം അസന്തുലിതമാകുന്നു. വിജയം ഉണ്ടെങ്കിലും സംതൃപ്തിയില്ല. പിന്നെ എന്താ കാര്യം? നമ്മുടെ വിജയം നമുക്ക് സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ, നിരർത്ഥകമായി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ആ വിജയം കൊണ്ട് എന്താ കാര്യം? രാവിലെ നടത്തുന്ന IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ ആളുകളെ പഠിപ്പിക്കുന്നത് ഒരു മേഖലയിൽ മാത്രം വിജയിക്കാനല്ല, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഊർജം സൃഷ്ടിക്കുക. ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം. കാരണം സന്തുലിതമായ ജീവിതമാണ് ദീർഘകാല പ്രകടനത്തിൻ്റെ രഹസ്യം. ഇന്നത്തെ ടാസ്ക്കായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ 4 വാക്കുകൾ എഴുതുക. 1 ആരോഗ്യം, 2 ബന്ധങ്ങൾ, 3 പഠനം, 4 ജീവിത ലക്ഷ്യം. ഇപ്പോൾ ഓരോന്നിനും 10-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയും? സത്യസന്ധമായിട്ട് എഴുതുക. പിന്നീട് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ തൂണിന് താഴെ ഒരു ചെറിയ പ്രവൃത്തി എഴുതുക. ഉദാഹരണത്തിന് ഹെൽത്താണ് വിഷയം എന്നുണ്ടെങ്കിൽ ദിവസവും 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ബന്ധങ്ങളിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പഠനമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ദിവസവും 20 പേജ് വായിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരാളെ ആത്മാർത്ഥമായി സഹായിക്കുക. വലിയ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ശരിക്കും ആരാണ് വളരുന്നത്? അയാളോ അതോ നിങ്ങളോ? ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ആ വിഷം
ആരുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്? ഇവ വെറും ധാർമ്മിക ചോദ്യങ്ങളല്ല, മനഃശാസ്ത്രവും മനുഷ്യബന്ധങ്ങളും ജീവിതത്തിൻ്റെ അർത്ഥവും സ്പർശിക്കുന്ന ചോദ്യങ്ങളാണിവ. അതായത് അടുത്തത് ഈ പരമ്പരയിലെ അവസാനത്തെ വീഡിയോ, ഈ യാത്രയിലെ എല്ലാ ആശയങ്ങളെയും ഒരു ജീവിത രീതിയാക്കി എങ്ങനെ മാറ്റാം, അറിവിനെ അനുഭവമാക്കി, അനുഭവത്തെ വ്യക്തിത്വമാക്കി, വ്യക്തിത്വത്തെ വിധിയാക്കി എങ്ങനെ മാറ്റാം. അതായത് ഹൗ വി ക്യാൻ ക്രിയേറ്റ് അവർ ലൈഫ്. നമ്മുടെ വിധിയുടെ ബലിമൃഗങ്ങളല്ല, ക്രിയേറ്റർ. അപ്പോൾ അടുത്ത വീഡിയോ നഷ്ടപ്പെടുത്തരുത്. കണ്ടുമുട്ടാം.